ഫിസിക്സിന്റെ പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഒന്ന് രണ്ട് പ്രോബ്ലംസും ഇക്വേഷൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാ പോർഷനിൽ നിന്നും, അതായത് എല്ലാ മോഡ്യൂളിൽ നിന്നും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലേസർ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റേഷ്യോ ബിറ്റ്വീൻ ഇൻസ്റ്റിങ് കോഎഫിഷ്യന്റ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോ ഈ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാവാം. ആ ഒരു നമ്മള് സ്പോണ്ടേനിയസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് അതിന്റെ ഒരു ഡെറിവേഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻസ്റ്റിങ് കോഎഫിഷ്യൻസ് തമ്മിലുള്ള ഒരു റിലേഷൻ അത് എന്താണെന്ന് അറിയോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. അതായത് 8/h μ³ c³. അപ്പൊ അവിടെ ന്യൂ എന്ന് പറയുന്നല്ല, വി പോലെ എഴുതിയേക്കുന്നത് ന്യൂ ആണ്. എന്താണത്? ഫ്രീക്വൻസി ആണ്. അപ്പൊ ആ ഒരു റിലേഷൻ നമ്മൾ ഇൻസ്റ്റീന്റെ കോഎഫിഷ്യന്റ് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇൻസ്റ്റിങ് കോഎഫിഷ്യൻസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ. അപ്പൊ അത് നമ്മൾ ശരിക്കും ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഈ സ്പോണ്ടേനിയസ് എമിഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും ഒക്കെ റേറ്റ് ഒക്കെ എടുത്തുകൊണ്ടാണ്. അപ്പോ നമ്മൾ E2 രണ്ട് എനർജി ലെവല് E2 E1 ആണ് ഹയർ എനർജി ലെവല്, E1 എന്ന് പറയുന്ന ലോവർ എനർജി ലെവൽ. അപ്പൊ നിങ്ങൾ സ്റ്റിമുലേറ്റഡ് എമിഷനും സ്പോണ്ടേനിയസ് എമിഷനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ലേസറിനകത്ത്. അപ്പൊ E2 എന്താണെന്ന് അറിയാം, E1 എന്താണെന്ന് അറിയാം. പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ അല്ലെ? പോപ്പുലേഷൻ ഇൻവേർഷൻ ഒക്കെ അറിയണമെങ്കിൽ എന്താ കണ്ടീഷൻ? N2 should be greater than N1. അതെ, നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അത് കൂടുതലായിരിക്കണം N1-നെക്കാട്ടി. അപ്പൊ അതാണ് നമ്മുടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ. അപ്പോ ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് അങ്ങനെ പഠിച്ചു വെക്കേണ്ടതായിട്ടില്ല. എങ്കിലും ഈ റിലേഷൻസ് അതിനകത്ത് വരുന്ന ചില ബേസിക് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു സ്പോണ്ടേനിയസ് സ്റ്റിമുലേറ്റർ അതിനകത്ത് വരുന്നൊരു ഫേമസ് റിലേഷൻ തന്നെയാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻസ്റ്റിങ് കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ. അപ്പൊ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ റേറ്റ് അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ റേറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷന്റെ റേറ്റ് പറയുന്നത് ആ ഇൻസ്റ്റിങ് റിലേഷന്റെ കോഎഫിഷ്യന്റ് ടേംസിൽ A21 × പക്ഷെ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ പറയുമ്പോൾ നമ്മൾ ആ എനർജി ഡെൻസിറ്റി കൂടെ കൺസിഡർ ചെയ്തിട്ട് പറയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെ റേറ്റ് പറയുന്നത്. സോ അത് V21 × റോ ന്യൂ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ ടേംസിൽ ഇതെന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി ആണ്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി ഡെൻസിറ്റി ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളത് ഡെറൈവ് ചെയ്ത് പോകുന്നത് കുറച്ച് ശേഷം വലിയൊരു ഒരുപാട് വലിയ ഡെറിവേഷൻ അല്ല, എങ്കിലും കുറച്ച് ചെയ്യാനുണ്ട്. നമ്മൾ അതിന്റെ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ആ പോപ്പുലേഷൻ ഇൻവേർഷന്റെ ഒരു റേറ്റ് നിങ്ങൾ പഠിച്ചു കാണും. അതും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നത്. അതായത് നമ്മളെ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷനകത്ത് പഠിക്കുന്നുണ്ട്, ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതും കൂടെ കണക്ട് ചെയ്തിട്ടാണ് അത് ഈ എനർജി ഈ പോപ്പുലേഷൻ N2 N1-ന്റെ ടേംസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എക്സ്പോണൻഷ്യൽ റിലേഷൻ E2 - E1 by kT. ഇങ്ങനെ റിലേഷൻ ഇത് നമ്മൾ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പൊ ഈ റിലേഷന് നമ്മുടെ ഈ തെർമൽ ഇക്വിലിബ്രിയത്തിലെ ഈ ഒരു സ്പോണ്ടേനിയസ് എമിഷന്റെയും സ്റ്റിമുലേറ്റഡ് എമിഷന്റെയും കൂടെ ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് ഈ ഒരു റിലേഷൻ. അപ്പൊ ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇതിന് പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണമെന്നില്ല. പക്ഷെ ഈ റിലേഷൻസ് അത്യാവശ്യം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചില ഇക്വേഷൻസ് ബേസിക് ആയിട്ട് വരുന്ന ചില ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ഒരു ചെറിയൊരു പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
ബേസിക്കലി ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിക്കവാറും ഇക്വേഷൻസും അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് റിലേഷന്റെ സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡും. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് പമ്പിങ്, ഒപ്റ്റിക്കൽ പമ്പിങ് എന്താണ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഇൻവേർഷന്റെ കണ്ടീഷൻ എന്താണ്, അതുപോലെ തന്നെ ഒരു ലേസർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ബേസിക് കമ്പോണൻസ് ഏതൊക്കെയാണ്. ഒരു ലേസർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു റൂബി ലേസർ അല്ലെങ്കിൽ അങ്ങനെ കുറെ ലേസേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ലേസർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? ആക്റ്റീവ് മീഡിയം. അതെ, ഒരു ആക്റ്റീവ് മീഡിയം ഉണ്ടാവും അല്ലെ, ആക്റ്റീവ് മീഡിയം ഉണ്ടാവും. പിന്നെന്തുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു പമ്പിങ് മെക്കാനിസം ഉണ്ടാവണം അല്ലെ. അപ്പൊ ഒന്ന് നിങ്ങൾ പറഞ്ഞ ആക്റ്റീവ് മീഡിയം ആണ്, ആക്റ്റീവ് മീഡിയം ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇൻവേർഷൻ, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് അറിയണം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒരു റെസ്റ്റോറന്റ് ക്യാവിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, റെസ്റ്റോറന്റ് ക്യാവിറ്റി. അതെ അതെ, റെസ്റ്റോറന്റ് ക്യാവിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു മെയിൻ കമ്പോണൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഒരു ടേം പഠിക്കുന്നുണ്ട്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. കേട്ട് കാണുമല്ലോ, എന്താ അത്? നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്നതാണ്. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ബോൾസ്മാൻ ലോയില് N1/N2 അല്ലേ വരേണ്ടത്? ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനില്ലേ N2 e⁻ വെച്ചിട്ടാണ് ഞാൻ മൈനസ്? അങ്ങനെയാണ് എഴുതിയിരുന്നത്. മൈനസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വരാം. N1/N2 വെച്ചിട്ടാണെങ്കിൽ മൈനസ് വരത്തില്ല. ഓക്കെ, അപ്പൊ അതുകൂടെ കണക്ട് ചെയ്തിട്ടാണ് ഡെറിവേഷൻ. അപ്പൊ അത്യാവശ്യം വലിയൊരു ഡെറിവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാറുള്ളത്. E1 - E2 ആവില്ല. ഏതാണ്? N1 N2 ആവുമ്പോ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോ E1 - E2 എന്നുള്ള പോലെ ആവില്ലേ? ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് നോക്ക്. e⁻ എന്ന് പറഞ്ഞ 1 അല്ലേ. സോ ഇങ്ങനെ എഴുതാമല്ലോ, N2/N1 ഇത് 1 അപ്പം ഇങ്ങനെ എഴുതാം, e⁻E2 - E1/KT ഈക്വൽ ടു 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ N1 ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു e⁻E2 - E1/KT. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചിരുന്നാൽ മതി. അത് പ്ലസിലോ മൈനസിലോ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ E1 - E2 വരുവാണെങ്കിൽ വീണ്ടും മൈനസ് വരും. ഓക്കെ, ഇപ്പൊ N1/N2 എന്ന് പറയുമ്പോൾ N1/N2ന്റെ ടേംസിലാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ഈ പറഞ്ഞ പോലെ മൈനസിൽ എഴുതുവാണെങ്കിൽ E⁻E1 - E2/18 വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. ഞാനിപ്പം ഇത് ഇപ്പൊ മൈനസ് പ്ലസ്, അപ്പൊ അവിടെ N1/N2ന്റെ ആ ഒരു റിലേഷൻ നോക്കണം. രണ്ടും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നോക്കണം. മൈനസ് തിരിച്ചെഴുതുമ്പോൾ അതനുസരിച്ച് മാറും, N2/N1 മാറും. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഡെറിവേഷന്റെ ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വേണം, കാരണം എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ആ ഒരു റിലേഷൻ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇതിനകത്ത് നമുക്ക് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയില്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതൊന്ന് നോക്കണം. മെയിനായിട്ട് വരുന്ന ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ട് പോകാം. അപ്പോ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണ്? ലൈഫ് ടൈം 10⁻³ സെക്കൻഡ്. അതെ 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 അതെ, അത് തന്നെയാണ്. ലൈഫ് ടൈം വെച്ചിട്ട് വേണം അത് പറയാൻ. അതായത് ലോങ് ലൈഫ് ടൈം ഉള്ള ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ 10⁻⁻, എത്രയാണ് പറഞ്ഞത്? 10⁻⁻⁹ അല്ലേ? -3. അത് പല വാല്യൂസും പറയുന്നുണ്ട്. 10⁻⁹. സാധാരണ 10⁻⁸ അതിനെക്കാട്ടും കുറച്ചും കൂടെ ലോങ്ങർ ലൈഫ് ടൈം ആയിട്ട് -3. അതെ, ലോങ് ലൈഫ് ഉള്ള ആ ഒരു സ്റ്റേറ്റ് ആണ്. ആ രീതിയിലാണ് ചോദിക്കാറുള്ളത്. ലോങ് ലൈഫ് ടൈം ഉള്ള സ്റ്റേറ്റ് ആണ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്.
വീണ്ടും ഈ ലേസർ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ചോദ്യം, ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? റൂബി ലേസർ പൾസ്. ഈ റൂബി ലേസർ എന്ന് പറയുന്നത് എന്ത് ലേസർ ആണ്? സോളിഡ് സ്റ്റേറ്റ് ലേസർ. അതെ, ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. അപ്പോ ഇതിനകത്ത് നമുക്ക് അല്ലെ അതിന്റെ ആ ഒരു അയോൺസ്, അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന അയോൺസ് നമുക്കറിയാം, ക്രോമിയം അയോൺസ് ആണ്. അപ്പോൾ ഈ റൂബി ലേസർ പൾസ് is contributed by 3 into 10 raised to 20 chromium ions. Calculate the energy of the pulse if the wavelength is. അപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോ വേവ് ലെങ്ത് നമുക്ക് λ6630 ആംസ്ട്രോങ് ആണ്. ഈ ആംസ്ട്രോങ്ങിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, എത്രയാണ്? 10 raised to minus 6630 into 10 raised to minus 10. ഓക്കെ, -10. അപ്പോ എനർജിയുടെ റിലേഷൻ എന്താണ്? എനർജി ഈസ് ഈക്വൽ ടു അതെ എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ. നമ്മുടെ ലാംഡ തന്നിട്ടുണ്ടായതുകൊണ്ടാണ് അത് എടുക്കുന്നത്. എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ. അപ്പൊ ഇവിടെ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയണം, എച്ചിന്റെ വാല്യൂ അറിയണം. എത്രയാണ്? അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണമെന്നില്ല. ഈ ഒരു എച്ചിന്റെ ഒക്കെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ വാല്യൂ എപ്പോഴും അത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്റെ വാല്യൂ എത്രയാണ്? 6.62 ആണ്. അതായത് നിങ്ങൾക്ക് ഈ ലാംഡ തന്നേക്കുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് ഇച്ചിരി ചെയ്യാൻ സമയം എടുക്കുന്നതാണ്. അപ്പൊ 6.626 അങ്ങനെ പോകുന്നൊരു വാല്യൂ ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 6.63 എടുക്കാം, എന്നാലേ ഈ ഒരു കറക്റ്റ് ആൻസർ വരത്തുള്ളൂ. അപ്പൊ 6.62 into 10 raised to minus 34 ആണ് നമ്മുടെ എച്ചിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ ലാംഡ തന്നേക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. കാരണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ കുറച്ച് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ 6.63 കൊടുക്കുവാണ്. 6.63 into 10 raised to minus 34 into നമ്മുടെ സി എത്ര? 3 into 10 raised to 8. 3 into 10 raised to 8. 3 meter per second ആണ്. ദെൻ ലാംഡയുടെ വാല്യൂ നമ്മളിപ്പോ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 6630 into 10 raised to minus 10. അപ്പൊ ഈ കൺവേർഷൻസ് ഒക്കെ അറിയണം. പിന്നെ ഇവിടെ എച്ചിന്റെ വാല്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലെ. 6.63 ഈ 10ന്റെ പവറിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും ആൻസർ ഇത് സോൾവ് ചെയ്യുമ്പോൾ? അല്ല, ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ നമ്മളിത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിന്റെ വാല്യൂ നമുക്ക് 10 raised to minus 19. അപ്പൊ ഇത് -14 ഈ ഒരു വാല്യൂ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്യാം, ഇവിടെയും ക്യാൻസൽ ചെയ്യാം, അതുപോലെ പവേഴ്സ് ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെയും പവർ വരും. 6.63 ഇവിടെ താഴെ 6630 ആണ്. സോ ആ ഒരു ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 into 10 raised to minus 19 ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പൾസ് വെച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇത്രയും ക്രോമിയം അയോൺസ് വെച്ചിട്ടുള്ള ആ ഒരു എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ആ പൾസിന്റെ ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ആ ഒരു സിംഗിൾ പൾസ് എടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആ അത്രയും ഇപ്പൊ ഒരു ക്രോമിയം അയോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ക്രോമിയം അയോൺസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 10 raised to 20. അപ്പോ ഈ ഫുൾ പൾസിന്റെ ചോദിച്ചിരിക്കുന്നത് എനർജി ഓഫ് ദ പൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ ഒരു സിംഗിൾ ക്രോമിയം ആറ്റം അവിടെ റിലീസ് ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഫുൾ പൾസിന്റെ ചെയ്യണമെങ്കിൽ 3 into 10 raised to 20 into ഇത് ചെയ്യണം, 3 into 10 raised to minus 19. അങ്ങനെയാണ് ഈ പറയുന്ന 90 ജൂള് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ബേസിക് റിലേഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. റൂബി ലേസർ എന്ന രീതിയിൽ ചോദിച്ചെങ്കിലും നമുക്കതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് അറിയാം അതിനകത്ത് യൂസ് ചെയ്യുന്ന ക്രോമിയം അയോൺസ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റൂബി ലേസറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ അത് ആലോചിച്ചോണം. എനർജിയുടെ റിലേഷൻ അറിഞ്ഞിരിക്കണം, എച്ച് എന്താണെന്ന് അറിയണം,
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ, അതുപോലെ ആംസ്ട്രോങ്ങിനെ കൺവേർട്ട് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ആൻസർ കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫിസിക്സ് പഠിക്കുമ്പോൾ ആ ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വേണം പഠിക്കാൻ. ദെൻ ഇത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചോദ്യമാണ്. അറിയാവുന്ന റിലേഷൻ ആയിരിക്കും. എന്തോ മീറ്ററിലോട്ട്. ഹലോ 6636 ആംസ്ട്രോങ്ങിനെ നമ്മൾ ആംസ്ട്രോങ്ങിനെ കൺവേർട്ട് ചെയ്യുന്ന അങ്ങനെയാണ് 10⁻⁻10 വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആംസ്ട്രോങ് എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്യുന്നത് ഏത് യൂണിറ്റിലേക്കാണ്? മീറ്ററിലേക്ക്. എഴുതിയിട്ടുണ്ട് മീറ്ററിലേക്ക്. So what is the expression for acceptance angle of an optical fiber whose cladding and core having the refractive index mu1 and mu2 respectively? എന്താണെന്ന് പറയാം? ഇത് മിക്കവാറും ഒരു 90% ആൾക്കാർ കയറി ഓപ്ഷൻ സി കൊടുക്കും. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നിങ്ങളത് മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ കാണുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചാലായിരിക്കും ആ മിസ്റ്റേക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. കാരണം ഒപ്റ്റിക്കൽ ഫൈബർ ഹൂസ് ക്ലാഡിംഗ് ആൻഡ് കോർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ള റിലേഷൻ സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് mu1² മൈനസ് mu2² ആയിരിക്കാം. കാരണം അവിടെ mu1 എന്ന് പറയുന്നത് കോറിൻ്റെതും mu2 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെതാണ്. അപ്പോ ഫസ്റ്റ് ടൈം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് കയറി ആൻസർ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒന്നോ രണ്ടോ തവണ ഒന്ന് വായിച്ചിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ. കാരണം അത് തെറ്റിക്കാൻ വേണ്ടി ഇട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം അത് തിരിച്ച് പറഞ്ഞിരിക്കുന്നു, ക്ലാഡിങ്ങും കോർ അങ്ങനെ സാധാരണ പറയാറില്ല, റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റും. mu1 ആൻഡ് mu2 എന്ന് പറയുമ്പോൾ mu1 ക്ലാഡിങ്ങിൻ്റെതും mu2 എന്ന് പറയുന്നത് കോറിൻ്റെതാണ് അല്ലെ. അപ്പൊ ന്യൂമറിക്കൽ അപ്പേർച്ചറുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ന്യൂമറിക്കൽ അപ്പേർച്ചർ അല്ലെ, സൈൻ തീറ്റ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, അപ്പോ അത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് അക്സെപ്റ്റൻസ് ആംഗിൾ അതുപോലെ ന്യൂമറിക്കൽ അപ്പേർച്ചറിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ mu2² മൈനസ് mu1² ആണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ അല്ലെ. mu2 എന്ന് പറയുന്നത് ക്ലാഡിങ് mu2 എന്ന് പറയുന്നത് കോറിൻ്റെതും mu2 എന്ന് പറയുന്നത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, mu1 എന്ന് പറയുന്നത് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോ ഇതിനകത്ത് നമുക്ക് ഈ ഇതിന്റെ വാല്യൂ അറിയാമെങ്കിൽ തീറ്റ എ കണ്ടുപിടിക്കാം അല്ലെ. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് സൈൻ തീറ്റ എ ആണ്. അപ്പൊ ന്യൂമറിക്കൽ അപ്പേർച്ചറിന് ഇതുമായിട്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് mu2² മൈനസ് mu1². അപ്പൊ അതിനൊന്ന് തീറ്റ എ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് mu2² മൈനസ് mu1². അപ്പൊ ഏതാണ് mu1 ഏതാണ് mu2 എന്നുള്ളത് നോക്കിയിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ ഇനി സെൻസിങ് മീഡിയം ഇൻ ആൻ ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ. അതിനകത്തെ സെൻസിങ് മീഡിയം എന്ന് പറയുന്നത് ഫൈബർ ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുന്നുണ്ടല്ലോ ഈ ഒരു ശരിക്കും ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ഫോട്ടോ ഡയോഡും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സോഴ്സസ്, ലൈറ്റ് സോഴ്സസും ലൈറ്റ് ഡിറ്റക്ടേഴ്സും. അപ്പൊ അത് നല്ലതുപോലെ പഠിക്കണം. ഫോട്ടോ ഡയോഡ്സും ഫോട്ടോ ഡിറ്റക്ടേഴ്സും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ള ഈ കോർ ക്ലാഡിങ് അല്ലെങ്കിൽ എന്താണ് ഡിസ്പേർഷൻ, ഈ ഒരു ടോപ്പിക് ഒക്കെ ഉണ്ടല്ലോ, ഡിസ്പേർഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സിംഗിൾ മോഡ് മൾട്ടി മോഡ് ഫൈബറിനകത്തെ സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സിംഗിൾ മോഡ് മൾട്ടി മോഡ് ഫൈബേഴ്സ്, ആ കാര്യങ്ങളൊക്കെ
അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫൈബർ കമ്മ്യൂണിക്കേഷനകത്ത് ഈ രണ്ട് ടോപ്പിക് ഫോട്ടോ ഡയോഡ്സും ലൈറ്റ് സോഴ്സസ്. അപ്പൊ ലേസർ വേറെ പഠിക്കുന്നുണ്ട്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഫോട്ടോ ഡയോഡ്സിനെ കുറിച്ച് ഏതൊക്കെ ടൈപ്പ് ഫോട്ടോ ഡയോഡ്സ് ആണ്, അതേപോലെ തന്നെ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ടല്ലോ, സിംഗിൾ മോഡ് ഫൈബർ, മൾട്ടി മോഡ് ഫൈബർ, അതിനകത്തെ മോഡ് ഓഫ് പ്രൊപ്പഗേഷനും അതിനകത്തുള്ള ഡിസ്പേർഷനും ഏതൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും കോർ ക്ലാഡിംഗ്, ഡയമീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. അതൊക്കെയാണ് അതിനകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് വരുമ്പോൾ ഫൈബർ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും. ഞാൻ ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡയോഡ്, ലൈറ്റ് സോഴ്സസ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് വരുന്നതാണ്. പിന്നെ അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന ഓരോരോ സംഭവങ്ങളും എന്താണ് ഒപ്റ്റോ കപ്ലർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോ ഇത് നമ്മുടെ ആൻസർ ഫൈബർ ആണ്. സെൻസിംഗ് മീഡിയം ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ എന്ന് പറയുന്നത് ഫൈബർ ആണ്. LDR എന്തുവാ? LDR ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ എന്ന് പറയും. അതായത് റെസിസ്റ്റൻസ് ലൈറ്റ് വന്ന് വീഴുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്ന ഒരു ഡിവൈസ് ആണ്. നമുക്കത് പഠിക്കാനില്ല, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ LDR എന്ന് പറയുന്നത് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ എന്ന് പറയും. ലൈറ്റ് വന്ന് വീഴുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവും. ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. അപ്പൊ അത് നമുക്ക് പഠിക്കാനില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കില്ല. ഇപ്പൊ ഈ ഓപ്ഷനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പക്ഷെ ഫോട്ടോ ഡയോഡ്, ലേസറും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. LED അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. LDR നമുക്ക് പഠിക്കാനില്ല, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ.